ബംഗളൂരുവിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ പുനലൂർ ഇടമൺ സ്വദേശി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. തീപിടുത്തമുണ്ടായപ്പോൾ ഐസിയുവിൽ ആയിരുന്ന രോഗിയെ രക്ഷിക്കാനുള്ള ശ്രമം ആശുപത്രി അധികൃതർ നടത്തിയില്ലെന്ന് മരിച്ച സുജയ് സുജാതന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ആശുപത്രിക്കെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പുനലൂരിൽ നിന്ന് മനോജ് ശരിയാണ്. മനോജ്, ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇയാൾ 2 ആഴ്ചയായി അവിടെ ചികിത്സയിലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിലെ മത്തിക്കരയിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടാകുകയും ICUവിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന മലയാളി പുനലൂർ ഇടമൺ സ്വദേശി 36 വയസ്സുള്ള സുജയ് സുജാതൻ വെന്തു മരിക്കുകയും ചെയ്തത്. തീപിടുത്തമുണ്ടായ സമയത്ത് ICUവിൽ ഉണ്ടായിരുന്ന രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ രോഗിയെ ഉപേക്ഷിച്ച് ജീവനക്കാർ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പൊതുവെയുള്ള ഒരു ആരോപണം. ആശുപത്രിക്ക് അധികൃതർക്കെതിരെ അവർ പരാതി നൽകുകയും അതിന് പ്രകാരം FIR എടുത്തിട്ടുള്ളതുമായാണ് നമ്മൾക്കിപ്പോൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ന്യൂമോണിയ ബാധിതനായി MS രാമയ്യ മെഡിക്കൽ കോളേജിൽ സുജയ് സുജാതൻ ആഗസ്റ്റ് 25 മുതലാണ് ചികിത്സയിലാകുന്നത്. ഇതേ സമയം തന്നെ സുജയുടെ 2 മക്കൾക്കും H1N1 ബാധിച്ചിരുന്നു. അവരും ചികിത്സയിലായിരുന്നു. അവരുടെ അസുഖം ഭേദമാവുകയും സുജയുടെ അസുഖം മോശമായി തുടർന്നതിനാൽ ആ വിദഗ്ധ ചികിത്സയ്ക്കായി ICUവിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് പൊട്ടിത്തെറി ഉണ്ടാവുകയും ICUയിലേക്ക് തീ പടരുകയും ചെയ്യുന്നത്. ഈ സംഭവ സമയത്ത് സുജയുടെ ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നെന്നും ഈ തീ പടരുന്നത് കണ്ട് ICUവിൽ ഉണ്ടായിരുന്ന തന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് സുജയുടെ ഭാര്യ തുടരുക. മനോജ്, സുജയുടെ പിതാവ് സുജാതൻ ടെലിഫോൺ ലൈനുണ്ട്. സുജാതൻ,